ഗുഡ് മോർണിംഗ് ഗൈസ്. സോ നിങ്ങൾ എല്ലാവരും അടിച്ച് പൊളിച്ചിരിക്കാന്ന് വിശ്വസിക്കുന്നു. ഭയങ്കര സന്തോഷത്തിലാണല്ലോ. എന്താ ബാങ്ക് ഞാനിങ്ങനെ തൂത്ത് വടിക്കാൻ പോകുന്നതിന്റെ സന്തോഷം. അപ്പൊ ഇന്ന് കുറച്ച് കലാപരിപാടികളൊക്കെ ഉണ്ട്. അതിന് മുമ്പ് ഞാൻ രാവിലെ തന്നെ എന്തെങ്കിലും ഫുഡ് കഴിക്കട്ടെ. എന്റെ ബേബി എനിക്ക് ഉപ്പുമാ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സെയിം ടൈം അവൾ എനിക്ക് ഇതെന്ത് കറി അൽഫി? പിലോപ്പി. അന്ന് നമ്മൾ വാങ്ങില്ലായിരുന്നു ആ പിലോപ്പി കറി ഉണ്ട്. എനിക്കിങ്ങനെ രാവിലെ ഉച്ചയൊന്നുമില്ല. എനിക്ക് ഈ ചെമ്മീൻ പൊരിച്ചത് അങ്ങനത്തെ ഇതിലാണ് പൊരിക്കാൻ പോണേ. ഇതിൽ പൊരിച്ച് തിന്നാ വേറെ തന്നെ ഒരു മൂടാ. ഒന്നുമില്ല, ഇത്തൊരു പൈസ കൊടുത്താൽ പാത്രം വാങ്ങി നമ്മളത് ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യണ്ടേ. കൂന്തൾ എന്റെ മോനെ, കൂന്തലാണ് കാണുന്നത്. എന്താ ചെമ്മീനോ തന്നെ സെറ്റാണല്ലോ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ രാവിലെ തന്നെ ഉപ്മാവും മീൻകറിയും മീൻ പൊരിച്ചതും കഴിക്കുന്നത്? കണ്ടോളൂ. ഇവളുടെ ഉപ്പുമാവ് കൊള്ള കേസ്. ചുമ്മാ ഒരു തട്ടിക്കൂട്ട് ഉപ്പുമാവല്ല, എല്ലാ വെജിറ്റബിൾസും കാര്യങ്ങളിട്ട് നല്ലൊരു ഇതുണ്ടാവും കേട്ടോ. പിന്നെ ഫിഷ് എന്തിനാ വെച്ചാൽ എനിക്ക് ചുമ്മാ ടി വി കണ്ടോണ്ട് തിന്നാനാണ്. പൊരിച്ച് ഞാൻ അങ്ങനെ ചുമ്മാ തിന്നു. സോറി ഗൈസ്. പിന്നെ നമ്മളെ ഫർജിയോ സൈറ്റില്ലേ നമ്മളെ പെറ്റിൻ്റെ, സോ അതിൽ നമ്മൾ കുറേ ഓഫേഴ്സ് ആയിട്ട് ഇതിന് എല്ലാം 60% കോംബോ ഒക്കെ. ഓക്കെ, കോംബോ വാങ്ങുന്നതൊക്കെ 60% ഓഫർ പ്രൈസാണ് ഇപ്പോൾ റണ്ണിങ്. എന്തായാലും പോയി ചെക്കൗട്ട് ചെയ്യുക. പിന്നെ പേയ്മെൻറ്റ് സെക്ഷനിൽ ഞങ്ങളിപ്പം ഈസിയാണ്. ജസ്റ്റ് നമ്പർ കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി തന്നെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വരും. സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഫോൺ പേയോ ഗൂഗിൾ പേ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യുക. അപ്പം കാറ്റും ഡോഗ്സും ഒക്കെ ഉള്ളവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളുടെ സൈറ്റ് എന്തായാലും പോയി വിസിറ്റ് ചെയ്യുക, furziyo.com. ഓക്കെ, എന്തായാലും പോയി നോക്കി ഗൈസ്. നിങ്ങൾക്ക് ലാഭത്തിന് നല്ല സാധനങ്ങൾ വാങ്ങാൻ കഴിയും. ഇവളവിടെ ചെമ്മീൻ വൈറ്റിൽ ചെമ്മീൻ കിടക്കണ കാണാൻ തന്നെ ഒരു രസമല്ലേ. ആ കൂന്തളും കൂടി ഇട്ടോ, അപ്പൊ ഈ ചെമ്മീന്റെ രുചിയും കൂടിയും അതിൽ വരും. അങ്ങനെ മിക്സ് ചെയ്തിട്ടോ, അതൊക്കെ ഏറ്റവും ബെറ്റർ. ഹലോ, ഇന്ന് അൽഫി നല്ല സന്തോഷത്തിലാണ് ഗൈസ്. കണ്ടല്ലേ, പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട്. എന്റെ പോലെ സന്തോഷം എന്താന്ന് ഇപ്പൊ പറഞ്ഞത് ഗൈസ്. നമുക്ക് അത് കാറിൽ കയറാം. നമ്മളിന്ന് അൽഫി കുട്ടിക്ക് ഐഫോൺ വാങ്ങാൻ പോവാണ്. ഇന്നത്തെ വീഡിയോ പറഞ്ഞിരുന്നു നമ്മള് ജയിക്കുന്ന ആൾക്ക് വാങ്ങുന്നു. അൽഫി ജയിച്ചു. സോ വി ആർ ഗോയിങ് ടു ബൈ ഐഫോൺ. അങ്ങനെ എന്റെ 13 Pro Max ഇറങ്ങിപ്പെടുത്തു. പിമ്പിൾ തൊട്ടിപ്പോയി. ബേബി ഐഫോൺ വാങ്ങാൻ പോവാ. പിമ്പിൾ പോട്ടെ. നമ്മളിപ്പോ നേരെ എടപ്പള്ളിയിലേക്കാട്ടോ പോകുന്നത്. അവിടുത്തെ ഒരു ഷോപ്പിൽ നിന്നാണ് നമ്മൾ ഫോൺ വാങ്ങുന്നത്. കൊറേ കാലമായി ഗൈസ് അൽഫി ഫോൺ വാങ്ങണം. കാരണം അവളെ ഫോണൊക്കെ പൊട്ടില്ല. അപ്പൊ ഞാൻ കൊറേ കാലം ഫോൺ എടുക്കണം അങ്ങനെ ഞാൻ പറയുന്നുണ്ടായിരുന്നു. എനിക്ക് വീഡിയോ ഇങ്ങനെ പറയും ഫോൺ വാങ്ങാ. പക്ഷെ ഇവളൊന്നിനും ആ ഒരു എഫേർട്ട് എടുക്കൂല. എങ്ങനെ ഇരിക്കുമ്പോ അങ്ങനെ ഞാൻ കേൾക്കാൻ വേണമെങ്കിൽ പറയാം. അപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞു അൽഫി ബാ പോയി വാങ്ങാം, സെറ്റ് പോയി വാങ്ങാം ഗൈസ്. അപ്പൊ ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ വിചാരിച്ച് ഇവിടെ വന്നപ്പോ വിശക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് ഉച്ചയായല്ലോ. അപ്പം ഞങ്ങൾക്ക് ഉബാബ കയറി. ഉബാബന്ന് ഫുഡ് കഴിച്ചിട്ട് ഇന്നിട്ട് ഐഫോൺ വാങ്ങുമ്പോ അവിടെ ഓടിട്ടോ വെയില. ഇതേക്ക് എടുക്കണോ നമ്മളുടെ ബേബി. അങ്ങനെ ഫുഡ് വന്നു കുത്തി കഴിക്കുന്നിട്ടോ അൽഫി. ഗൈസ് അപ്പൊ ഫുഡ് കഴിച്ചു. പിന്നെ കൂടുതലൊന്നും എടുക്കാൻ കഴിയില്ല. ഫുഡ് വന്നാ പിന്നെ നമുക്ക് വീഡിയോ ഷൂട്ടിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഈ എടുക്കട്ടെ ഗൈസ്. അപ്പൊ എനിക്ക് വീട്ടിലൊന്ന് പോകണം. എന്നിട്ട് അവിടെ പ്രിന്റർ ഒന്ന് എടുക്കണം. അതുകൂടി കഴിഞ്ഞിട്ട് നമ്മൾ നേരെ എടപ്പള്ളി ഷോപ്പിൽ പോയിട്ട് ഫോൺ വാങ്ങുന്നതാണ്. ഓക്കെ, അതിനുശേഷം ചെലവ് ഇന്ന് മൊത്തം ചെലവായിരിക്കും ഗൈസ്. അപ്പൊ നമ്മള് വീട്ടിലെത്തി. നല്ല രസമല്ല എൻ്റെ വീട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കാരണം ഇതൊരു നല്ലൊരു ഭംഗിയാണ് ഈ ഓവറോൾ സെറ്റപ്പ് കാണാൻ. ഞാനപ്പോൾ ഈ പ്രിന്റർ എടുക്കാൻ വന്നായിരുന്നു. കണ്ട ഇതും ഇതിൻ്റെ വയറും എടുത്ത്. കാരണം നമുക്ക് കുറച്ച് സാധനങ്ങൾ പ്രിന്റ് എടുക്കാനുണ്ട്. അപ്പോഴാണ് കുഞ്ഞ് വലിയൊരു ദുരന്തം ഇവിടെ ഒപ്പിച്ചിന് ഗൈസ്. അപ്പം കുഞ്ഞ് വലിയൊരു സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ വീഡിയോ വരും. കലിപ്പായിട്ട് നോക്കി നിൽക്കുന്നുണ്ട്. എനിക്കൊന്ന് വീട്ടിൽ കയറാൻ എനിക്ക് തോന്നുന്നില്ല. അപ്പം കുഞ്ഞ് നീ എന്നാ വീഡിയോ ഇടുന്നത്? നല്ലൊരു പണിയല്ലേ സംഭവം. അവളെ കയ്യിലുണ്ട്. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ ഗൈസ്, അങ്ങനെ നിങ്ങൾ ഷോപ്പിലെത്തി പ്രൊഡക്റ്റ് വാങ്ങാൻ പോവുകയാണ്. ഇഷ്ടമുള്ള ഫോൺ എടുത്തോ ബേബി, ഇഷ്ടമുള്ള ഫോൺ എടുത്തോ. കളർ നോക്കിയെടുത്തോ. അത് പറയാ അതല്ലല്ലോ നമ്മളെടുത്തത്. ഇതായിരിക്കും കുറച്ചുകൂടി കളർഫുൾ. അതല്ലേ കളർഫുൾ അല്ലത്. നമ്മൾ കളർഫുൾ അല്ല വേണ്ട. യെസ്, കൺഫേംഡ്. ഐഫോൺ വാങ്ങാനുള്ള ഇരുത്തമാണല്ലേ ജാട. ഇങ്ങനെ അസിലിട്ട് നിമിർത്തം ഉള്ള സാധനം
നിമിഷം ഗൈസ്. അപ്പോൾ ഈ കളർ ഇഷ്ടല്ല എന്ന് പറഞ്ഞിട്ട് ഈ കളർ തന്നെ കാരണം എന്റെ ഫോൺ എപ്പോഴും നിലത്ത് വീഴുന്നു, ഇതെങ്കിലും വീഴാതിരിക്കും. ഇത് വെക്കും ഉറപ്പല്ലേ? ഉറപ്പിക്കും. ഒരു മാസം അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് തന്നെ വരും. ഓക്കെ ഓണായല്ല. യെസ്, അറബി എല്ലാത്തിലും വരുന്നുണ്ടല്ലോ എൽഫി. നല്ല കളറാണ്. ഇതില് മോള് സ്ക്രീൻ കാർഡും എല്ലാ സാധനങ്ങളും ഒന്ന് ഒട്ടിച്ചു കൊടുക്കണേ. ഹലോ ഹലോ ഹലോ. ആ ഹാപ്പി. അപ്പൊ ഐഫോൺ മുതലാളിയായി. ഇനി എപ്പോഴാ ചെലവ്? ജാട ഏതെങ്കിലും ഇവിടെ നല്ല റെസ്റ്റോറന്റ് ഉള്ള. ഹലോ ഗായ്സ്, ഞാൻ പുതിയ ഫോൺ എടുത്ത് ഗായ്സ്. സന്തോഷം, എനിക്ക് അപ്പോൾ കാണിക്കാൻ കഴിഞ്ഞില്ല, കുറെ ആൾക്കാരുള്ളതുകൊണ്ട്. ലുക്ക് അറ്റ് മൈ ഫോൺ. 13 ഞാൻ ഡയറക്റ്റ് 17 Pro Maxലേക്ക് ഒരു ജമ്പ്. എനിക്ക് സന്തോഷം കൊണ്ടുള്ള ഒരു അഹങ്കാരമാണ് ഗൈസ്. കുറച്ചൊക്കെ അഹങ്കരിക്കണ്ടേ സാലിയോ? അതെ അതെ അതെ. നീ എന്നിട്ട് അവിടുന്ന് അൺബോക്സ് ചെയ്യാത്ത ഒരു എക്സ്പ്രഷൻ പോലും ഇട്ടില്ല. എനിക്ക് പേടിച്ച് എന്റെ ഉള്ളിലുള്ള സാധനം എനിക്ക് എന്റേതായിട്ടുള്ള സ്പേസിൽ ഇരിക്കണം ഗൈസ്. അപ്പൊ ഐഫോൺ ഒക്കെ വാങ്ങി ഞങ്ങൾ അവിടെ എത്തിട്ട് നോക്കിയാ നമ്മളെ ഫ്ലാറ്റിന്റെ ഭംഗി നോക്കിയാ അൽഫി. എന്റെ മോനെ രക്ഷയിലിട്ടാണ്. ഞങ്ങൾ അവിടെ ആണ് താമസിക്കുന്നത്. ഇത് വേറെ ഫ്ലാറ്റ്, ഇവിടെ ഞങ്ങൾ താമസിക്കുന്നത്. ഒരു രക്ഷയിലാണ്. ഭയങ്കര ഒരു പെയിന്റിങ് പോലെ ഉണ്ട്. നമുക്ക് പ്രൈവറ്റ് ഇതാക്കാണ്, പാലമൊക്കെയാണ് കേസ്. കൊള്ളല്ലേ? ഐഫോൺ ആണ് ബേബി, ഐഫോൺ ആണ്. നമ്മളെ ബേബി പുതിയ ഐഫോൺ ഒക്കെ ആക്കിട്ട് കളി തന്നെ. ഐഫോൺ പറ്റി 2 വാക്ക് പറ. എനിക്ക് എന്റെ ഐഫോൺ നല്ല ഇഷ്ടപ്പെട്ടു. എനിക്ക് അത് കാണാൻ നല്ല രസമുണ്ട്. ഞാൻ ഒന്നുകൂടെ നിങ്ങക്ക് കാണിച്ചു തരാം. കണ്ടോ? ഇതിന് നമ്മൾ ഇതാക്കണ ഒരു സ്ക്രീൻ ഗാർഡും സാധനങ്ങളൊക്കെ ഇട്ട്. പക്ഷെ ഇവള് പറഞ്ഞ ക്യാമറ അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് HDR ഓൺ ആണെന്ന് തോന്നുന്നു. ക്യാമറയിൽ ചെയ്യാനുണ്ട്, കാരണം ഇവന്റെ ക്യാമറ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാനത് ട്യൂൺ ചെയ്തതാ ബേബി. എന്റെ ഫോൺ ഞാൻ അതുകൊണ്ടാണ് യൂസ് ചെയ്യാതിരുന്നത്. ഇവന്റെ ക്യാമറ ഇഷ്ടമുള്ളതുകൊണ്ട് എനിക്ക് അപ്പൊ അതേപോലത്തെ നല്ല ക്യാമറ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് എടുത്തത്. അപ്പൊ ഇതിലെ ക്യാമറ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അത് ട്യൂൺ ചെയ്തെടുക്കാം. HDR ഒക്കെ ഓഫ് ആക്കാം. ക്ലൈമറ്റ് നോക്കി സെറ്റ് വൈബ് ഇട്ടോ. ഓ മൈ ഗോഡ്, എന്താണ് മിസ്റ്റർ? നോക്ക്, ക്യാമറ കാണുന്നില്ല എന്റെ ഫോൺ. ഓടി ഫ്ലാറ്റിലെത്തി. ഞാന് ഫോൺ എടുത്തപ്പോഴേക്കും പേമാരി പോലത്തെ മഴയാണല്ലോ പറഞ്ഞത്. ഐശ്വര്യം. അതെ, നല്ല ഐശ്വര്യം. ആമീന താത്തന്റെ മോളാണ് ഐഫോണ് വാങ്ങിട്ട് രാജാവ്. ആമീന താത്തന്റെ മോളാണ്. അങ്ങനെ ബേബി ഫോൺ എടുക്ക്. എന്തൊക്കെയാണ് റിവ്യൂ പറ. ഇപ്പം 1 ഡേ ആയി ഓൾമോസ്റ്റ് യൂസ് ചെയ്യുന്നത്. സോ 1 ഡേ ആയില്ലല്ലോ, ഒരു 10 hours ആയി ഇത് മൊത്തം സെറ്റ് ചെയ്തിട്ട്. സോ പറ ബേബി, എങ്ങനെയുണ്ട് നിന്റെ ഫോൺ? ഐഫോൺ 17 Pro Max. നല്ല ക്യാമറയാണ്. ക്യാമറ നല്ല ഇഷ്ടപ്പെട്ടു. വെരി നൈസ് ക്യാമറ. പക്ഷെ എന്താ അറിയോ, ഫോട്ടോസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്കിനി വാൾപേപ്പർ ഒന്ന് സെറ്റ് ചെയ്യണം. ഞാൻ എന്റെ വാൾപേപ്പർ വെച്ചത് എന്റെ ഫോട്ടോ മറ്റേനകത്ത് നിന്റെ ഫോട്ടോ കിടക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത്, അതുകൊണ്ടാണ് ആ ഫോൺ പെട്ടു പോകുന്നത്, എപ്പോഴും വീണു പോയത്. നിന്റെ DP ആക്കിയ പിന്നെ അത് കിടത്തേ കാണിച്ചു തരാം. തൊട്ടടുത്ത് ഞാൻ അതിന്റെ മുകളിൽ കിടക്കുന്നത്. ഈ ഫോട്ടോ വെച്ചപ്പോ എന്ത് രസമുണ്ട്. ഈ ഫോട്ടോ ആ ഫോട്ടോ വെച്ച പിന്നാണ് എന്റെ ഫോൺ 2 പ്രാവശ്യം താഴെ. അപ്പൊ ഇനി ഞാൻ നിന്നെ വെക്കുന്നില്ല, ഞാൻ എന്റെ നല്ല ഫോട്ടോ വെക്കും. അപ്പൊ പിന്നെ ഫോണേ ഉണ്ടാവും, അടിച്ചു. അല്ലെങ്കിൽ എന്റെ ഫോട്ടോ വെക്കാത്തതിലൂടെ വാട്സപ്പ് വർക്ക്. നിന്റെ വാൾപേപ്പർ എന്താ കാണിച്ചോണ്ടോ? നിന്റെ വാൾപേപ്പർ ഞാനാ, അതുകൊണ്ടാണ് നിന്റെ ഫോണൊന്നും പറ്റാത്ത. എന്റെ വാൾപേപ്പർ നീ അല്ല, എന്റെ വാൾപേപ്പർ ഡീഫോൾട്ട് വാൾപേപ്പർ. എനിക്കിപ്പം ഇങ്ങനെ ആൾക്കാരൊന്നും വാൾപേപ്പർ ആയിട്ട് വെക്കാറില്ല. നമ്മൾ ബിസിനസ്സുകാരങ്ങനെ ഒരു കോൺസെൻട്രേറ്റ് ചെയ്ത് പോകും. എന്റെ ഫോണിൽ നിന്റെ ഒരു ഫോട്ടോ പോലും ഞാൻ കയറ്റൂലടാ ജന്തു. നിന്റെ നമ്പർ പോലും ഞാൻ കയറ്റുന്നില്ല. ഇവന്റെ വാൾപേപ്പർ വെച്ചിട്ടാണ് എന്റെ ഫോൺ നാശമായത്. ഇനി ഞാൻ ഇവന്റെ വാൾപേപ്പർ വെക്കുന്നില്ല. ഞാനപ്പോ ഇതിൽ നാളെ ഏതെങ്കിലും വ്ലോഗ് ഇട്ട് ഷൂട്ട് ചെയ്ത് നോക്കാം. ക്യാമറ ആലോചിക്കട്ടെ, എന്റെ ഫോൺ ഫ്രീ ആണെങ്കിലൊക്കെ ഞാൻ തരുള്ളൂ. പുതിയ ഫോണുമായിട്ട് എൽഫി ഇക്ബാൽ തുടരുന്നതാണ്. ബൈ ബൈ.